വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ് അല്ലാത്തത് എന്താണ്? ചീപ്പർ ഇൻപുട്സ് ആണോ, അട്രാക്റ്റീവ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ, ഗ്രേറ്റർ ഇമ്പോർട്ട് പോസിബിലിറ്റീസ് ആണോ, ഹയർ ന്യൂട്രീഷണൽ വാല്യൂ ആണോ? 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിന്റെ ആൻസർ ഗ്രേറ്റർ ഇമ്പോർട്ട് പോസിബിലിറ്റീസ് ആണ്. ഗ്രേറ്റർ ഇമ്പോർട്ട് പോസിബിലിറ്റീസ് ആണ് ഇതിന്റെ ആൻസർ. ഓർഗാനിക് ഫാമിംഗിന്റെ ബെനിഫിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? എക്സ്ക്ലൂഷൻ ഓഫ് വേസ്റ്റ് ആണോ, സസ്റ്റനൻസ് ഓഫ് ലൈഫ് ആണോ, പ്രൊവൈഡ് അസ്തറ്റിക് സർവീസസ് ആണോ? ഇതിലേതാണ്? നമുക്കറിയാം ഇതിന്റെ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫംഗ്ഷൻ അല്ലാത്തത് എക്സ്ക്ലൂഷൻ ഓഫ് വേസ്റ്റ് ആണ്. അപ്പോൾ വൺ ഓൺലി എ ആണ് ഇതിന്റെ ആൻസർ. ഇനി next question, which of the following is a significant contributor to global warming, particularly due to its role in deforestation and methane emissions into the atmosphere? അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനായിട്ട് ഡീഫോറസ്റ്റേഷനും മീഥേൻ എമിഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം അത് ഏതിൽ നിന്നാണ് വരുന്നത്? ഇൻക്രീസ്ഡ് കാറ്റിൽ പ്രൊഡക്ഷൻ ആണോ, ഡിക്രീസ് ഇൻ മീഥേൻ എമിഷൻസ് ആണോ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ആണോ, ഗ്രോത്ത് ഓഫ് ഫോറസ്റ്റ് കവർ ആണോ? 2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിലെ ഇത് ഡീഫോറസ്റ്റേഷൻ മീഥൈൻ എമിഷൻസിന്റെ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഏതാണ്? ഇൻക്രീസ്ഡ് കാറ്റിൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. മീഥൈൻ എമിഷൻ ഒക്കെ ഉണ്ടാവുന്നത് ഈ കാറ്റിൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടാണ് മീഥൈൻ എമിഷൻസ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ്. എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ബയോട്ടിക് എലമെന്റ്സ്, എബിയോട്ടിക് എലമെന്റ്സ്, ബോത്ത് എ ആൻഡ് ബി, നൈദർ എ ഓർ ബി നോർ ബി. ഏതാണ്? രണ്ടും ഉണ്ട്, ബയോട്ടിക്കും ഉണ്ട് എബിയോട്ടിക്കും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ സി, ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആണ്. ബയോട്ടിക് എലമെന്റ്സ് ആൻഡ് അബിയോട്ടിക് എലമെന്റ്സ് ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the ability of the environment to absorb degradation without causing environmental damage is called. ഏതാണ്? എൻവയോൺമെന്റിന്റെ എബിലിറ്റി എന്തിന്? അബ്സോർബ്, ഡിഗ്രഡേഷനെ അബ്സോർബ് ചെയ്യാനായിട്ട്. അതിന് എൻവയോൺമെന്റിൽ ഒരു എബിലിറ്റി ഉണ്ട്. ഒരു ഡിഗ്രഡേഷൻ എൻവയോൺമെന്റ് ഉണ്ടാകുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ, അത് എൻവയോൺമെന്റൽ ഡാമേജിന് കാരണമാകുന്നു. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്ന പേര്? ഏതാണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആണോ, അബ്സോർപ്റ്റീവ് ഡാമേജ് ആണോ, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ആണോ? ഏതാണ് ആൻസർ? അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ആണ്. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ്. 2003 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഷോർട്ട് ആൻസർ ടൈപ്പിലും വരാറുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നോക്കുക. റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ റിസോഴ്സ് റീജനറേഷൻ. ക്യാരിയിങ് കപ്പാസിറ്റി എന്താണെന്ന് അറിയില്ല. അതായത് ഒരു എൻവയോൺമെന്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് എൻവയോൺമെന്റിൽ ഡിഗ്രഡേഷൻ വന്നാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു എൻവയോൺമെന്റിന് ഉണ്ട്. അതായത് അതിന്റെ വേസ്റ്റിനെ വീണ്ടും റീജനറേറ്റ് ചെയ്ത് റിസോഴ്സ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് എൻവയോൺമെന്റിന്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആണെന്ന് അറിയണമെങ്കിൽ ഇത് എന്താണെന്ന് പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിസോഴ്സിന്റെ എക്സ്ട്രാക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ റിസോഴ്സ് റീജനറേഷൻ. രണ്ടാമത്തത് വേസ്റ്റ് ജനറേറ്റഡ് ഷുഡ് ബി വിത്തിൻ ദി അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ്. സി, ഡിസ്കവറിംഗ് ഓൾട്ടർനേറ്റീവ്സ് ടു എക്സ്റ്റിങ്ക്ട് റിസോഴ്സസ്, ബോത്ത് എ ആൻഡ് ബി. ക്ലിയർ അല്ലേ? ഇതിന്റെ ആൻസർ വരുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻക്ലൂഡ് ആണ്, നമുക്ക് മനസ്സിലായി. ബി നോക്കുക, വേസ്റ്റ് ജനറേറ്റഡ് ഷുഡ് ബി വിത്തിൻ ദി അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ്. അത്ര മാത്രം വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയുടെ ഉള്ളിലായിരിക്കണം. അപ്പൊ എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ നമ്പർ ഡി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇത് 2005 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് വാസ് സെറ്റപ്പ് ബൈ ദി ഗവൺമെന്റ് ഇൻ 1974 ടു അഡ്രസ് ദി പ്രോബ്ലം ഓഫ്. എന്താണ്? ബയോഡൈവേഴ്സിറ്റി ലോസ് ആണോ, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ ആണോ, ഡീഫോറസ്റ്റേഷൻ ആണോ, സോയിൽ ഇറോഷൻ ആണോ? ഇതിലേതാണ് ആൻസർ? ഇതിന്റെ ആൻസർ ബി ആണ്, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ ആണ്. 2011 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻവോൾവ്സ് ദി പെർമനന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനസ്
ഹെറ്ററോജീനിയസ് ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡ്സ്. എന്താണ് പെർമനന്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷന് കാരണമാകുന്നത്? ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡ്സിന്റെ എന്താണ്? ഡീഫോറസ്റ്റേഷൻ ആണോ, ബയോഡൈവേഴ്സിറ്റി ലോസ് ആണോ, ലാൻഡ് ഡിഗ്രഡേഷൻ ആണോ, സോയിൽ ഡിഗ്രഡേഷൻ ആണോ? ഏതാണ് പെർമനന്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷന് കാരണമാകുന്നത്? ഡീഫോറസ്റ്റേഷൻ ആണ്, ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ഇത് 2010 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2010 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. കണ്ടോ, ഓസോൺ ലെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിന്റെ ഡിപ്ലീഷന് കാരണമാകുന്നത് ഇത് ഏതാണെന്ന്? ഏതൊക്കെ അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് ഇതിൽ? എ സ്കിൻ ക്യാൻസർ ഇൻ ഹ്യൂമൻസ്, ലോവർ പ്രൊഡക്ഷൻ ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്, പിന്നെ ഹാമ്പേഴ്സ് ഗ്രോത്ത് ഓഫ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ്? ഇത് മൂന്നും നമ്മൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക, ഓസോൺ ഡിപ്ലീഷന്റെ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് മൂന്നും അതിൽ ഇൻക്ലൂഡ് ആണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. 2012 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് ഓൾ ഓഫ് ദി എബോവ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10, ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമല്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ബി റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്, സി അർബനൈസേഷൻ, ഡി പോവർട്ടി. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരിക? ഒന്ന് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അത് തീർച്ചയായിട്ടും എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാണ്. നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട്. കാരണമല്ലാത്തത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റോ, വേസ്റ്റ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ സംഭവിക്കുമോ? ഇല്ല. ഓക്കെ. ദെൻ അർബനൈസേഷനും ഡിഗ്രഡേഷന് കാരണമാകും. പോവർട്ടിയും ഡിഗ്രഡേഷന് കാരണമാകും അല്ലേ? കാരണം പോവർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഫോറസ്റ്റിന്റെ സാധനങ്ങളും പല നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. പോവർട്ടിയും എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ അതായത് കാരണമാകുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളത് പോവർട്ടിയും എഫ്ലുവൻസും ഒക്കെയാണ് മെയിൻ റീസൺസ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന്റെ ആയിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് ഒരിക്കലും എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് കാരണമാകുന്നില്ല. ഇത് 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. CPCB has identified dash categories of large and medium industries as polluting industries. എന്താണ് CPCB എന്ന് വെച്ചാൽ? എന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അത് ഐഡന്റിഫൈ ചെയ്ത എത്ര കാറ്റഗറീസ് ആണ് ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിലെ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസിലെ? ടെക്സ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 17 ആണ് അതിന്റെ ആൻസർ. 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2014 17 ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 12th question. The Montreal Protocol relates to. Montreal Protocol relates to എന്താണ്? Prevention of ozone depletion ആണോ? Prevention of resource extinction ആണോ? Prevention of biodiversity loss ആണോ? Prevention of air and water pollution ആണോ? Montreal Protocol ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ഏതാണ്? ഓസോൺ ഡിപ്ലീഷന്റെ ഭാഗം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം എ ആണ് ഇതിന്റെ ആൻസർ. ഇത് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിവെൻഷൻ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ആണ് കേട്ടോ. അടുത്തത് 13th question. Excess of resource extraction over the rate of their regeneration leads to. എന്താണ്? excess of resource extraction over the rate of their regeneration. അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുകയാണ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓസോൺ ഡിപ്ലീഷൻ ആണോ? എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ആണോ? എൻവയോൺമെന്റൽ ക്രൈസിസ് ആണോ? ഗ്ലോബൽ വാർമിംഗ് ആണോ? ഇതിലെന്താണ്? ഇത് എൻവയോൺമെന്റൽ ക്രൈസിസിനാണ് കേട്ടോ. ലീഡ്സ് ടു എൻവയോൺമെന്റൽ ക്രൈസിസ് ആണ്. 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അബിയോട്ടിക് എലമെന്റ് ഓഫ് എൻവയോൺമെന്റ്. അബിയോട്ടിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലെ? അബിയോട്ടിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക? അബിയോട്ടിക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല. അബിയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ, വാട്ടർ, ലാൻഡ്, ഇതൊക്കെ അബിയോട്ടിക്കിൽ പെട്ടതാണ്. ബയോട്ടിക്കും ഉണ്ട് അബിയോട്ടിക്കും ഉണ്ട്. നമുക്കറിയാം ബയോട്ടിക് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ഫോറസ്റ്റ്, ഫിഷറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് അബിയോട്ടിക് എന്ന് പറയുന്നതിന്റെ ആൻസർ ഏതാണ് വരിക? എ ആണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഇസ് എയർ അല്ലേ? ഇത് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എയർ, എ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ സ്ട്രാറ്റജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നോട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അല്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെയാന്ന് നോക്കുക. യൂസ് ഓഫ് ബയോഗ്യാസ് ആണോ? അല്ല. യൂസ് ഓഫ് സോളാർ പവർ ആണോ? യൂസ് ഓഫ് തെർമൽ പവർ ആണോ? യൂസ് ഓഫ് ഹൈഡൽ പവർ ആണോ? ടെക്സ്റ്റിൽ നോക്കി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. യൂസ് ഓഫ് തെർമൽ പവർ ആണ്. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ആൻ ഇക്കോണമി വെൻ ദി റേറ്റ് ഓഫ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഈസ് ലോവർ ദാൻ ദി റേറ്റ് ഓഫ് റീജനറേഷൻ ഓഫ് ദി റിസോഴ്സ് ദി എൻവയോൺമെന്റ് മേ ഓപ്പറേറ്റ് ഡാഷ്. ഏതാണ് ആൻസർ? വിത്തിൻ ഇറ്റ്സ് ക്യാരിങ് കപ്പാസിറ്റി ആണോ? ബിയോണ്ട് ഇറ്റ്സ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ആണോ? ബിയോണ്ട് ഇറ്റ്സ് ക്യാരിങ് കപ്പാസിറ്റി
ആണോ, ബിയോണ്ട് ഇറ്റ്സ് എസ്തറ്റിക് കപ്പാസിറ്റി ആണോ? എന്താണ് ക്വസ്റ്റ്യൻ ഇവിടുത്തെ? ഇക്കോണമിയിലെ റേറ്റ് ഓഫ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ലോവർ ആണ്. ഏതിനേക്കാളും? റേറ്റ് ഓഫ് റീജനറേഷനേക്കാളും. അതായത് നമ്മൾ എടുക്കുന്ന റിസോഴ്സ് യൂസ് ചെയ്യുന്നത് അത് റീജനറേറ്റ് ചെയ്ത് വരുന്ന റിസോഴ്സ് റീജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് മാത്രമേ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ. സോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മേ ഓപ്പറേറ്റ് ഏതൊരു ഇതിലായിരിക്കും എൻവയോൺമെന്റ്? അതായത് ക്യാരിങ് കപ്പാസിറ്റിയുടെ ഉള്ളിലാണ് അല്ലേ? സോ വിത്തിൻ ഇറ്റ്സ് ക്യാരിങ് കപ്പാസിറ്റി ആണ് ഇതിന്റെ ആൻസർ വരിക. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻകറക്റ്റ് ഫംഗ്ഷൻ ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിക്കണം. അതിൽ ഇൻകറക്റ്റ് ഏതാന്ന് നോക്കുക. സപ്ലൈസ് റിസോഴ്സസ് ആണോ, എസിമുലേറ്റ്സ് വേസ്റ്റ് ആണോ, അതുപോലെ തന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ ആണോ, പ്രൊവൈഡ്സ് എസ്തറ്റിക് സർവീസസ് ആണോ? ഇതിൽ ഫംഗ്ഷൻസിൽ ഉള്ളത് ഏതാണെന്ന്, അതിൽ ഇൻക്ലൂഡ് ആയത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻകറക്റ്റ് ഫംഗ്ഷൻ ആണ്. ഇൻകറക്റ്റ്, ഇൻക്ലൂഡ് അല്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇതിൽ ലാൻഡ് ഡിഗ്രഡേഷൻ ആണ് അല്ലേ? 2023 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലാൻഡ് ഡിഗ്രഡേഷൻ കേട്ടോ. നെക്സ്റ്റ്, അഡോപ്ഷൻ ഓഫ് ദി ഫോളോയിങ് ക്യാൻ ഹെൽപ്പ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത്, അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഉണ്ടോ? യെസ്. യൂസ് ഓഫ് ബയോ കമ്പോസ്റ്റ്, ഡെഫിനറ്റ്ലി. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മിനി ഹൈഡൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ സോ ഓൾ ഓഫ് ദി എബവ് ആണ് ഇതിന്റെ ആൻസർ വരിക. ഇത് 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡസ് ദി എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് കോൺട്രിബ്യൂട്ട് ടു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ? എന്താണ് അതിന്റെ ആൻസർ വരിക? അതിന്റെ ആൻസർ വരിക അതൊക്കെ ഇറ്റ് ഇംപ്രൂവ്സ് ക്രോപ്പ് yield and biodiversity, it contaminates soil and water resources, it enhances the fertility of the soil, it reduces deforestation in agricultural areas. ഏതായിരിക്കും? it contaminates soil and water resources. ബി ആണ് ഇതിന്റെ ആൻസർ വരിക. 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡസ് ദി ടേം ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി റെഫർ ടു ആൻഡ് വൈ ഈസ് ഇറ്റ് എ ചാലഞ്ച് ഫോർ ദി എൻവയോൺമെന്റ്? ഏതാണ്? ഇൻക്രീസ് ഇൻ നോൺ നേറ്റീവ് സ്പീസസ് ആണോ, ഡിക്ലൈൻ ഇൻ ദി വെറൈറ്റി ഓഫ് സ്പീസസ് വിത്തിൻ എൻ എക്കോസിസ്റ്റം ആണോ, എക്സസീവ് പ്ലാന്റിംഗ് ഓഫ് എ സിംഗിൾ ക്രോപ്പ് ആണോ, ഗ്രോത്ത് ഇൻ ദി നമ്പർ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീസസ് ആണോ? എന്താണ് ഇതിന്റെ ആൻസർ വരിക? വാട്ട് ഡസ് ദി ടേം ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് എല്ലാ ലിവിങ് ഓർഗാനിസം, അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. അപ്പൊ അതിന്റെ ലോസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും ആൻസർ വരിക? ഡെഫിനറ്റ്ലി ബി, ഡിക്ലൈൻ അല്ലെ? അതിന്റെ ലോസ്, ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള സ്പീസസ് ലിവിങ് ഓർഗാനിസംസ് എർത്തിലുള്ളതിനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതിന്റെ ലോസ് എന്ന് വെച്ചാൽ ഡിക്ലൈൻ ഇൻ ദി വെറൈറ്റി ഓഫ് സ്പീസസ് വിത്തിൻ എൻ എക്കോസിസ്റ്റം. ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇത് 2010 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഇതിന്റെ തന്നെ പാർട്ട് 2 നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.